എപ്പോഴും മുതലാണ് അങ്ങനെ ഒരു ലവ്, ഒരു ഫോറസ്റ്റിനോടൊരു ലവ് തുടങ്ങിയത്? I think there has been a search somewhere in my conscious for people who do work with their hands, work with land. Maybe I would have done something in the hospitality segment. I am interested in tourism. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ, റോ മെറ്റീരിയൽ കളക്ഷൻ മുതൽ ഒരു കസ്റ്റമറിൻ്റെ കയ്യിലൊരു പ്രൊഡക്റ്റ് കിട്ടുന്നത് വരെയുള്ളൊരു പ്രോസസ്സ് പറയുകയാണെങ്കിൽ? That's the exciting part actually. അതുപോലെ ഈ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ പലരും ഓർഗാനിക് എന്നുള്ള പേരിൽ ട്രൈബൽ പീപ്പിളിന്റെ കയ്യിൽ നിന്ന് പോയി റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന ഹാൻഡിക്രാഫ്റ്റ്സ് കളക്ട് ചെയ്ത് അവർ മാർക്കറ്റിൽ കൊണ്ടുവന്ന് ഡബിൾ പ്രൈസിൽ വിൽക്കുന്നുണ്ട്. ചിലപ്പോൾ ഡബിൾ ആവില്ല, ചിലപ്പോൾ 4 ഇരട്ടി വിലയിൽ അവർ വിൽക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു ചെറിയ ഭാഗം പോലും അവർ ഡിസേർവ് ചെയ്യുന്ന ഒരു ഭാഗം അവർക്ക് പലപ്പോഴും കിട്ടാറില്ല. ഇത് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മാർക്കറ്റിൽ. അപ്പൊ അതിനോടുള്ള ഒരു അപ്രോച്ച് എങ്ങനെയാണ്? അതുപോലെ ഫോറസ്റ്റ് പോസ്റ്റ് എങ്ങനെയാണ് അവിടെ ഡിഫറെന്റ് ആകുന്ന ആ ഒരു കാര്യത്തിൽ? We have 2 different models. ഇപ്പോൾ ക്രാഫ്റ്റ് ആണെങ്കിൽ ക്രാഫ്റ്റിൽ നമുക്ക് ഇപ്പോൾ കണ്ണാടിപ്പായ പോലത്തെ ഒരു പ്രോഡക്റ്റിന് ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ആർട്ടിസന് മാക്സിമം കൊടുത്തിട്ട് നമ്മളാണ് വിൽക്കണേ. നമ്മുടെ വെബ്സൈറ്റിലാണ് വി ക്യാൻ ഡിസൈഡ് ഓക്കെ എനിക്ക് മാർക്കപ്പ് വേണ്ട. പക്ഷെ അവിടെയും ദർ ഇസ് എ റിസ്ക്. പീപ്പിൾ ഹു നോ ബിസിനസ് വിൽ ടെൽ മീ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, മാർക്കപ്പ് ചെയ്യണം, ഹൗ വിൽ യു സസ്റ്റെയിൻ യുവർ സെൽഫ്, യു ഹാവ് യുവർ ഓൺ എക്സ്പെൻസസ്. But if I'm going to give it to a retailer, the retailer will have his or her own logistics, their overheads. അത് അപ്പം നമുക്ക് ശരിക്കും അങ്ങനെ ഇപ്പം ഈവൻ ഉർവശി പറഞ്ഞ കാര്യത്തിൽ പെട്ടെന്ന് നമ്മൾ അങ്ങനെ ജഡ്ജ് ചെയ്യുമ്പോൾ വി ഹാവ് ടു റിയലി, നമുക്ക് അറിയില്ല യാഥാർത്ഥ്യം എന്താണ്. ചിലപ്പോൾ അവരും ഫെയർ വേജസ് കൊടുത്തിട്ട് പിന്നെ കൂട്ടുന്നതാണെങ്കിൽ വി കനോട്ട്, ബിക്കോസ് വാട്ട് ഹാപ്പൻസ് ഇസ് ഈ ഒരു ജേർണി ഓഫ് ദ പ്രോഡക്റ്റ് ശരിയാണ്, ഇവിടെ മിഡിൽ മാൻ ഇല്ല. പക്ഷെ റീറ്റെയിലർ ഉണ്ട്, GST ഒക്കെ ഭയങ്കര ഹൈ ആണ് ഇപ്പൊ ഇന്ത്യയില്. ദോസ് തിങ്സ് ആർ മേക്കിംഗ് ഇറ്റ് റിയലി ഡിഫിക്കൽട്ട്. അപ്പൊ നമ്മൾ ഫെയർ വേജസ് എന്ന് പറയണം, പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു തരത്തില് പിന്നെ ഒരു പെർസീവ്ഡ് വാല്യൂ എന്ന് പറയുന്ന സാധനം, പെർസീവ്ഡ് വാല്യൂലും കുറച്ചിട്ടാലും പ്രശ്നമാണ്. I have a classic example where some of our customers would look at our lip balm and say, hey, ഇത്ര വിലയുള്ളോ, ഇത് ബീസ്വാക്സ് അല്ലേ, പ്യോർ അല്ലേ? So that is also വില കൂടിയ പ്രൊഡക്ട്സിനാണ് അതെന്തോ ഒരു പ്രീമിയം ഫീൽ ആണ് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് പാക്കേജിംഗ് ഒക്കെ ഉള്ള ഞാൻ പറഞ്ഞ സെക്കൻഡ് മോഡൽ ക്രാഫ്റ്റിൽ നമ്മുടെ വക ഇൻപുട്സ് കുറവാണ്. ബാംബു എടുക്കുന്നു, വീവ് ചെയ്യുന്നു, ചിലപ്പോൾ ഒരു ബോറിക് പൗഡർ ട്രീറ്റ്മെന്റ്. ബട്ട് വെൻ ഇറ്റ്സ് എ പ്രോഡക്റ്റ് ദാറ്റ് റിക്വയർസ് 5 other ingredients and glass jars and aluminum cans and labeling and all the logistics of transport and all that, you have to incorporate 20 to 30% in your costing. അങ്ങനെ അതുണ്ടാവുക. പിന്നെ ഞാൻ പറഞ്ഞ ടാക്സും റീറ്റെയിലർ മാർജിൻ. ഇഫ് യു ഡോണ്ട് പുട്ട് ദാറ്റ് മച്ച് ഫോർ യുവർ സെൽഫ്, ഞങ്ങൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇനീഷ്യൽ ഇയേഴ്സിൽ ഞങ്ങൾ മര്യാദയ്ക്ക് കോസ്റ്റിംഗ് ചെയ്തില്ല. വി ഹാവ് ഹാഡ് അവർ ഓൺ pitfalls there. പക്ഷെ ഐ തിങ്ക് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ബി മൈൻഡ്ഫുൾ. കാരണം നമ്മൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാ ചെയ്യണമെങ്കിൽ there is no second way of doing this. But there are people who may be taking and sourcing, and അവരെ പറ്റി എന്ത് പറയാൻ പറ്റും? അത് അവരുടെ ബിസിനസ് മോഡൽ അതാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. ഇറ്റ്സ് വെരി സാഡ് ആക്ച്വലി. ദാറ്റ്സ് നോട്ട് ഹൗ ഇറ്റ് ഷുഡ്. ഓക്കെ, സോ നമുക്കറിയാം ഫോറസ്റ്റ് പോസ്റ്റിലെ പ്രൊഡക്ട്സ് എല്ലാം ഈ പറഞ്ഞ പോലെ വളരെ ഓർഗാനിക് ആയിട്ട് പ്രിസർവേറ്റീവ്സിന്റെ ഒന്നും സാന്നിധ്യം ഇല്ലാതെ തന്നെ വരുന്ന പ്രൊഡക്ട്സ് ആണ്. സോ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാരെല്ലാവരും തിരയുന്നത് ഓർഗാനിക് പ്രൊഡക്ട്സിന് വേണ്ടിയിട്ടാണ്. പക്ഷേ സാഡ് പാർട്ട് ഇസ് ദാറ്റ് അവർക്ക് ഓർഗാനിക് എന്ന് ലേബിളിൽ കണ്ട യെസ് ഇറ്റ്സ് ഓർഗാനിക്, അതല്ലാതെ അത് ഓർഗാനിക് ആണോ എന്ന് ശരിക്കും തിരിച്ചറിയാൻ ആർക്കും ഒരു നോളജോ അല്ലെങ്കിൽ അതിനൊരു കേപ്പബിലിറ്റി ആർക്കും ഇല്ല. അപ്പൊ അങ്ങനെ ഓർഗാനിക് എന്നുള്ള ലേബലിൽ ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു മാർക്കറ്റിലേക്ക് എങ്ങനെയാണ് ഫോറസ്റ്റ് പോസ്റ്റിന്റെ പ്രൊഡക്ട്സ് വാല്യൂബിൾ ആവുക എന്ന് കസ്റ്റമേഴ്സിനോടൊരു പറയുകയാണെങ്കിൽ, ഒരു നോട്ട് കൊടുക്കുകയാണെങ്കിൽ, വാട്ട് വിൽ യു സേ? See, organic labeling first of all, it's very expensive. So we decided never to go that way. To organic നെക്കായാലും ഒരു സ്റ്റെപ്പ് പ്യോറർ ആണ് ഫോറസ്റ്റിലെ ഒരു സാധനം. അത്രയും നമുക്ക് എല്ലാവർക്കും ഊഹിക്കാമല്ലോ, അത്രയും പ്യോർ വാട്ടറും അത്രയും പ്യോർ. ബട്ട് ഓഫ് കോഴ്സ് ദർ ആർ അതർ ഇൻഗ്രീഡിയൻസ്. അപ്പം നമ്മൾ കഴിയുന്നതും മറ്റ് ഇൻഗ്രീഡിയൻസ്, ഇപ്പം എള്ളെണ്ണ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഷുഗർ യൂസ് ചെയ്യണമെങ്കിൽ we will source it from organic partners. We know farmer producer companies in Tamil Nadu, Karnataka, even Palakkad, cocoa butter ഒക്കെ നമ്മൾ എടുക്കുന്നത് മറ്റ് വിമൻസ് ഗ്രൂപ്പ്സിന്നോ ഇതുപോലത്തെ ചെറുകിട, we know that it's traceable എന്ന് പറയും ഇന്നത്തെ ഒരു ജാർഗറിൽ.
സോ ദാറ്റ് വേ യു ആർ ഷുവർ ദറ്റ് ഓക്കെ ഇതിൽ പോണ മറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്നും അൺസേഫ് അല്ല. പിന്നെ കെമിക്കൽസ് ഇല്ല എന്നുള്ളത് വേറൊരു, ഇറ്റ്സ് ഓൾറെഡി ദേ, ഇറ്റ്സ് വൺ ഓഫ് അവർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അത് ഇറ്റ്സ് അബൌട്ട് എഡ്യൂക്കേറ്റിംഗ് ദ കസ്റ്റമർ. അത് ആ സ്റ്റോറി ടെല്ലിങ്ങിൽ വരണം. ഈ പറഞ്ഞ കസ്റ്റമർ ഇതിനെന്താ ഇത്ര വിലയുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ദേ ആർ വില്ലിംഗ് ടു പേ 400 ഫോർ എ ലിപ് ബാം ബിക്കോസ് ദേ ആർ യൂസ് ടു ബിഗ് കോർപ്പറേറ്റ് ബ്രാൻഡ്സ് ആ ഒരു റേഞ്ചിൽ. ബട്ട് ഐ തിങ്ക് ഇറ്റ് ഹാസ് ടു, നമ്മൾ കൺസ്യൂമർ ഭയങ്കര ഹോളുവാണ്. അത് വെറുതെ ഒരു പേര് കണ്ടിട്ടോ അല്ലെങ്കിൽ അത് ഭയങ്കര സാച്ചുറേറ്റഡ് മാർക്കറ്റാണ്. അതിൽ നമുക്ക് കമ്പീറ്റ് ചെയ്യാൻ പറ്റൂല ആക്ച്വലി. ബട്ട് ഫോർ ദോസ് ഹു ആർ ലിസണിങ്, ഹു ആർ ലുക്കിംഗ് ഫോർ കോൺഷ്യസ് പ്രോഡക്ട്സ്, അവരിത് കണ്ടറിയും. അതിന് അത്ര സമയം എടുക്കില്ല. ഒരു തവണ യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് യു വിൽ ബി ലൈക്ക് ഓക്കെ ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് ഇറ്റ്സ് എ പ്യുവർ പ്രോഡക്റ്റ്, ഇറ്റ്സ് സേഫ് ഫോർ മൈ ചൈൽഡ്, ഇറ്റ്സ് സേഫ്. ഒരു മാസ്കിങ്ങും ഇല്ല, അത് കാട്ടിൽ നിന്ന്. അതുകൊണ്ടാണ് വേഗം കേടായി പോണത് ചിലപ്പോ. But that's how nature. നമുക്ക് എല്ലാം എപ്പോഴും ശാശ്വതമായിരിക്കണം എന്നുള്ളൊരു ഇപ്പൊ ജ്വല്ലറി വാങ്ങിച്ചു അതൊരു 100 വർഷം ഇരിക്കണം എന്ന് വിചാരിച്ചാൽ പറ്റില്ല. നമ്മുടെ സീഡ് ജ്വല്ലറി ഒക്കെ ചിലപ്പോ ഇങ്ങനെ പൊട്ടിപ്പോവും, വേറൊരു ഫോമിലേക്ക് ചിലപ്പോൾ ഇവോൾവ് ചെയ്യും. അതിനൊക്കെയുള്ള ഒരു അപ്രീസിയേഷൻ ഉള്ളവർക്ക് ഇത് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓർഗാനിക് പ്രോഡക്ട്സിനെ പറ്റി എനിക്ക് പറയാനുള്ളത്, യു ഹാവ് ടു റിയലി റീഡ് യുവർ ലേബിൾസ്. അപ്പൊ തന്നെ മനസ്സിലാവും എന്തൊക്കെയുണ്ട് ഇതിൽ. പലപ്പോഴും അത് ചെയ്യാറില്ല. അതാണ് നമ്മൾ ലേബലിംഗ് ഗൈഡ് ലൈൻസും അത്ര സ്ട്രിക്റ്റ് അല്ല ഇന്ത്യയിൽ. സ്മോൾ ബ്രാൻഡ്സ് വിൽ മാനേജ് വിത്ത് എനിത്തിങ്. ബിഗ് ബ്രാൻഡ്സ് ഹാവ്, ഇഫ് യു ലുക്ക്, ഭയങ്കര ലോങ് ലിസ്റ്റ് ആയിരിക്കും. സോ ഫോറസ്റ്റ് ഫോഴ്സിൽ നമുക്കിപ്പോ വൈൽഡ് ഗ്രേപ്പ് പ്രിസർവേഷൻ മുതൽ ഇപ്പം പിക്കിൾസ് ആയിക്കോട്ടെ, അതുപോലെ അരോറൂട്ട് പൗഡർ ആയിക്കോട്ടെ, ലിപ് ബാംസ് ആയിക്കോട്ടെ, ബോഡി ബട്ടേഴ്സ് ആയിക്കോട്ടെ, വൈൽഡ് ഹണി ആയിക്കോട്ടെ, അങ്ങനെ വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ ഒരു 5 യൂണീക്ക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഇതൊക്കെയായിരിക്കും, ആൻഡ് വൈ? ഐ വുഡ് സേ ഞങ്ങളുടെ കക്കങ്കായുടെ ഒരു ആമയുണ്ട്. ഇറ്റ്സ് അഡോറബിൾ. ഐ തിങ്ക് എവ്രിബഡി ഷുഡ് ഹാവ് എൻ ആമ, ബിക്കോസ് ആമ നമ്മളെ ഗ്രൗണ്ട് ചെയ്യും. നമ്മളെ പിന്നെ അതിന് എന്തൊക്കെയോ സൈക്കഡലിക് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്, അത് വേറെ കാര്യം. ബട്ട് ഇറ്റ്സ് ലൈക്ക് എ പീസ് ഓഫ് എർത്ത്. അത് ഒരു കാട്ടിലെ ഒരു വലിയൊരു പയർ പോലത്തെ ഒരു ചെടിയിൽ നിന്ന് വരുന്നതാണ്. അതൊരു മുതുവ കമ്മ്യൂണിറ്റി എടുത്ത് വേറൊരു വില്ലേജിൽ അങ്ങനെയാണ് അത് ഉണ്ടാവുന്നത്. സോ ദ ജേർണി ഫോർ അസ് ഇസ് വെരി പ്രഷ്യസ് ആൻഡ് ഇറ്റ്സ് എ യൂണീക്ക് പ്രോഡക്റ്റ്. എൻ്റെ ഫ്രണ്ട് മീരയാണ് ശരിക്കും അത് പഠിപ്പിച്ചത് ഇവരെ. ഞങ്ങളുടെ ട്രെയിനേഴ്സ് ഒക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ തന്നെ. വി ഡിഡ്ന്റ് സ്പെൻഡ് ഓൺ എനിത്തിങ്. ദെൻ ദർ ഇസ് വൺ, അഗൈൻ ഇറ്റ്സ് എൻ ആക്സസറി. ഇറ്റ്സ് ഈ പുല്ലിലുണ്ടാവുന്ന ഒരു സീഡില്ലേ, ചെലന്തിക്കുരു എന്നൊക്കെയാണ് മുതുവാന്മാര് പറയുന്നത്. ഇറ്റ്സ് എ ഗ്രേ സീഡ്. പെട്ടെന്ന് കണ്ട ഷെല്ലാന്ന് തോന്നുന്നു. It's beautiful. I'll show it to you sometime. Tear grass എന്നാണ് അതിന്റെ ഇംഗ്ലീഷ്. Tear, like tears. Tear grassന്റെ നെക്ലസസും അങ്ങനെ കുറച്ച് സാധനം. That's again, it's totally like ജ്വല്ലറിയിൽ ശരിക്ക് ഇതൊക്കെയാണ് നമ്മൾ പൊസസ് ചെയ്യേണ്ടത്. ഇറ്റ്സ് അൺയൂഷ്വൽ. ഇവര് തന്നെ പണ്ട് ധരിച്ചിരുന്ന സാധനങ്ങളാണ്. പക്ഷെ നമ്മളൊരു വാല്യൂ അഡിഷൻ കൊണ്ടുവന്ന് മറ്റേ മാക്രമയുടെ ശംഭാല നോട്ട് ഉണ്ട്, അഡ്ജസ്റ്റബിൾ, അതൊക്കെ ചെയ്തു. പിന്നെ ഐ തിങ്ക് വൺ ഓഫ് അവർ ബോഡി ബട്ടേഴ്സ് ഇസ് എക്സ്ക്വിസിറ്റ് വെറ്റിവെയർ കൊക്കോ എന്ന് പറഞ്ഞിട്ട്. ഇത് ഭയങ്കര ഏർതി ഒരു മണമാണ്, ബട്ട് ഓൾസോ ഇറ്റ്സ് ഡീപ്ലി മോയ്സ്ചറൈസിങ്. കുട്ടികൾക്കും സേഫ്. യു ക്യാൻ യൂസ് ഇറ്റ് ഓൺ യുവർ ലിപ്സ്, യു ക്യാൻ യൂസ് ഇറ്റ് ഓൺ യുവർ എൽബോ, വേറെവർ. ഇറ്റ്സ് എ ബോഡി ബട്ടർ. ദാറ്റ്സ്. പിന്നെ സോപ്സ് ചിലത് എനിക്ക് ഫേവറേറ്റ് അമ്മുമ്മയുടെ മുറുക്കാൻ്റെ മണമുള്ളൊരു സോപ്പ് ഉണ്ട്, ഒരു സ്വീറ്റ് ബേസിൽ എന്ന് പറഞ്ഞിട്ട്. ദാറ്റ്സ് വെരി നൈസ്. പിന്നെ ഫുഡ്സിൽ ഐ തിങ്ക് ദ മോസ്റ്റ് യുണീക്ക് ഇസ് എ ഫേൺ പിക്കിൾ ഓർ എ വൈൽഡ് ഗ്രേപ്പ്. മുമ്പേ ഒരു ഋഷി പറഞ്ഞ സാധനം. ഇറ്റ്സ് യു ഹാവ് ടു വെയിറ്റ് ഫോർ എ ഹോൾ ഇയർ. മെയ് മാസത്തിൽ ഒരു നാരോ വിൻഡോയിൽ ഇത് എടുക്കാൻ പറ്റും. അത് മിസ്സായ ആ വർഷം ആ പ്രോഡക്റ്റേ ഇല്ല. അത് കുറച്ച് കൂടുതൽ മൂക്കാൻ പാടില്ല, പഴുക്കാൻ പാടില്ല, പച്ചയാണെങ്കിലും അങ്ങനെയൊക്കെ നോക്കിയിട്ടേ എടുക്കുള്ളൂ. That's a beautiful product. അത് I would say honey of course is good. So I've listed 5 already. Okay. 5 അല്ല, അതിൽ കൂടുതലുണ്ടല്ലേ? അപ്പോൾ പെട്ടെന്ന് പറയാൻ പറഞ്ഞാൽ 75 products. ഓക്കെ. സോ ഞാൻ ചോദിക്കാൻ വന്ന വേറൊരു കാര്യം ഇതായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചില പ്രൊഡക്ട്സിന് സീസൺ ഒരു പ്രശ്നമാണല്ലോ. അപ്പോൾ അത് മാർക്കറ്റിങ്ങിലേക്കും ബാക്കി കാര്യങ്ങളിലേക്കും അതിൻ്റെ ഒരു പ്രോസസ്സിങ്ങിലേക്കൊക്കെ വരുമ്പോൾ ആ സീസണൽ ചേഞ്ചസ് എഫക്ട് ചെയ്യാറുണ്ടോ? പാടാണ്. In the sense that when you visit our wild foods page, 80% of the foods are always out of stock. People get very frustrated. എന്താ ഇവരുടെ വെബ്സൈറ്റിൽ എല്ലാം എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണോന്ന്. But then now we have put a season calendar. We have said ഈ പ്രോഡക്റ്റ് ഈ സീസൺസിൽ ഉണ്ടാവും, ഈ പ്രോഡക്റ്റ്. So at least the customer knows that okay. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യണം. We just don't want to do that now.
അങ്ങനെ ഒരു ഫാക്ടറി ലെവൽ പ്രൊഡക്ഷൻ അല്ലാതാനും. സോ വി വോണ്ട് കീപ് ദ വിമൻ എൻഗേജ്ഡ്. ഒരുപാട് ഒറ്റയടിക്ക് ഉണ്ടാക്കിയാൽ അവർക്ക് അടുത്ത ആഴ്ച വർക്ക് ഉണ്ടാവില്ല. ദി ഐഡിയ ഇസ് ടു കീപ് ഇറ്റ് സ്മോൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആൻഡ് അങ്ങനെ. ഫോറസ്റ്റ് പോസ്റ്റിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള 2 എയിംസ് ആണുള്ളത്. ഇപ്പം ഒരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ നിൽക്കുക എന്നതിലുപരി ട്രൈബൽ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുക, അവരെ ഒരു മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരിക, അവരുടെ ക്രാഫ്റ്റിനെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ജേർണിയാണ് ശരിക്കും ഫോറസ്റ്റ് പോസ്റ്റിന്റെ. അപ്പൊ ആ ജേർണി എങ്ങനെയാണ് പോകുന്നത് ആൻഡ് വാട്ട് ഇസ് ദ മെയിൻ ചലഞ്ചസ് യു ഫേസ്? I think the journey is going very well, better than we thought. Marketing കുറച്ച് സ്ലോ ആണ്, ബയേഴ്സ് കുറവാണ് എന്നൊക്കെ പറയാം. അതൊക്കെയാണ് ചാലഞ്ച് ഇൻ ടേംസ് ഓഫ് യു ഡോണ്ട് ഓൾവേസ് ഹാവ് ദ മണി ടു ഇൻവെസ്റ്റ് ഇൻ മാർക്കറ്റിംഗ് ഓർ ക്യാമ്പയിൻ ആഡ്സ് ആൻഡ് ഓൾ ദാറ്റ്. പക്ഷേ the journey itself is fascinating കാരണം you can see the women are connecting to the whole idea. They have a sense of ownership. They come with us to events where they are resource persons. അപ്പോൾ ആ ഒരു ഇക്വേഷൻ മാറുകയാണ്. അവരാണ് ഇവിടുത്തെ നോളജ് ഹോൾഡേഴ്സ്. അത് നമ്മളിങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് പറയാൻ കാരണം അല്ലെങ്കിൽ ആരും കേൾക്കില്ല. We are not willing to listen to these voices and understand that there is a lot of value in what they are doing and what they're saying and the way they live and the way they are indirectly protecting these landscapes. അവരുടെ ഡ്രീംസും ഈ ഏർബൻ കൺസ്യൂമേഴ്സിനെ പോലെ ആയിരുന്നെങ്കിൽ കാടൊന്നും ഉണ്ടാവില്ല ഇവിടെ. ദാറ്റ്സ് ഇറ്റ്. ദ പ്ലാനറ്റ് ഇസ് ഓൾമോസ്റ്റ് ഗോൺ. ഒന്നുമില്ല. ആൻഡമാൻസിലൊക്കെ എന്താ സംഭവിക്കാൻ പോണേ. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ദർ ഇസ് എ ലോട്ട് that the women are also, I think that way the journey is enriching for us to see. We're growing together. ആ ജേർണിയിൽ അതാണ് ഏറ്റവും രസമുള്ളൊരു സാധനം. അത് ചാലഞ്ചസ് മാർക്കറ്റിങ്ങും ഫണ്ടിങ്ങും തന്നെയാണ് എപ്പോഴും. അപ്പൊ ഈ പറഞ്ഞ പോലെ ഫോറസ്റ്റിനെ ഒട്ടും ഡിസ്റ്റർബ് ചെയ്യാതെ അവരുടെ ആൾക്കാർ, സ്വന്തം ആൾക്കാരെന്ന് പറയാൻ പറ്റുന്ന ആൾക്കാരെ കൊണ്ട് തന്നെയാണ് ഫോറസ്റ്റ് പോസ്റ്റ് എപ്പോഴും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇഷ്യൂസ് വന്നിട്ടുണ്ട്? ഇപ്പൊ ഫോറസ്റ്റിൽ നിന്ന് പ്രൊഡക്ട്സ് എടുക്കുന്നു, അത് അവരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആരുടെയെങ്കിലും ഒക്കെ അലിഗേഷൻസ് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ട്? No, we do this with permissions from the department. പിന്നെ വനാധികാരം ഉള്ള മേഖലകളാണിത്. And there is a mandate with the government also that കാട്ടിൽ നിന്ന് എടുക്കുന്നത് വെച്ച് ഇവർക്ക് വരുമാനം ഉണ്ടാവണം എന്ന് പറഞ്ഞ് ഇപ്പൊ ഒരുപാട് സ്കീംസ് ഉണ്ട്. പക്ഷെ അത് എങ്ങനെ നടപ്പിലാക്കണം എന്ന് വലിയ ഇപ്പൊ പ്രൊഡക്ഷൻ ചെയ്യാം, പക്ഷെ ഇത് മാർക്കറ്റബിൾ ആക്കണം, പ്രസന്റബിൾ ആക്കണം, സ്റ്റോറി ടെല്ലിംഗ് ചെയ്യണം. മോസ്റ്റ് പീപ്പിൾ ഗിവ് അപ്പ് മിഡ് വേ. ദിസ് ഇസ് ടു മച്ച് വർക്ക്, ടു മച്ച് ഹെഡേക്ക്. അല്ലെങ്കിൽ അതിന്റെ ലൈസൻസസ്, അതിന്റെ പ്രോസസ് ഉണ്ടല്ലോ, റെഗുലേറ്ററി ബോഡീസ്, അവിടെയാണ് പലരും തടസ്സം വന്ന് പോണേ. ഐ ഫീൽ ഹിയർ വി ആർ ഏബിൾ ടു put all these parts together. കുറച്ച് പ്രോസസ്സ് കുറച്ച് സ്ലോ ആണെങ്കിലും I think it's going in the right direction. It's okay. So അപ്പോൾ എന്തായാലും ഈ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബിസി ആയിരിക്കും തീർച്ചയായിട്ടും. ഈ പറഞ്ഞ പോലെ തന്നെ അധികം പെയ്ഡ് ആയിട്ടുള്ള ആൾക്കാരോ അങ്ങനത്തെ സ്റ്റാഫ്സോ ഒന്നും ഇല്ലാതെ കംപ്ലീറ്റ്ലി ഓർഗാനിക്, അവിടെയും ഓർഗാനിക് ആയിട്ട് റൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് പലപ്പോഴും ഒരു ഭയങ്കരമായിട്ട് ഹെക്ടിക് ഉള്ള ഷെഡ്യൂൾസ് ഉണ്ടാക്കുന്നുണ്ടാവില്ലേ? അപ്പൊ ഇൻ ദ പേഴ്സണൽ ലൈഫ് അങ്ങനെ ഒരു ഭയങ്കരമായിട്ടൊരു സാച്ചുറേറ്റഡ് ലെവൽ എത്തുമ്പോൾ നീ ഇപ്പൊ കുറച്ച് റെസ്റ്റ് ആകാം എന്ന് തോന്നുമ്പോൾ വാട്ട് വിൽ യു ചൂസ്? അപ്പോഴും ഫോറസ്റ്റ് തന്നെയാണോ അതോ? അപ്പൊ ചിലപ്പോൾ ബീച്ചിലേക്കായിരിക്കും പോവുക, അല്ലെങ്കിൽ അച്ഛൻ്റെ ഫാമിലേക്കായിരിക്കും പോവുക. ബട്ട് ഐ ഡോണ്ട് സാച്ചുറേറ്റ് മൈസെൽഫ് ദാറ്റ് മച്ച്. ദെർ ആർ ഡേയ്സ് വെൻ ഇറ്റ് ഗെറ്റ്സ് വെരി ബർഡൻസം. ബട്ട് ഐ തിങ്ക് ഈ ഇടയ്ക്കിടയ്ക്ക് കാട്ടിൽ പോണത് കൊണ്ട് ഇറ്റ്സ് ഓൾറെഡി ബാലൻസ്ഡ്. അങ്ങനെ സ്ട്രെസ് വരുമ്പോൾ മേ ബി ജസ്റ്റ് മീറ്റിംഗ് എ ഫ്രണ്ട്, ടോക്കിംഗ് ടു എ ഫ്രണ്ട്, ഓർ ഗോയിങ് ടു ദ ബീച്ച്. എനിക്കൊന്ന് ഹോളിഡേയ്സ് എപ്പോഴും ഞാൻ കോസ്റ്റ് പ്രിഫർ ചെയ്യുന്ന ആളാണ്. Or talking to a friend. I think that really de-stresses me. Or good music or a good performance. Art ഇഷ്ടമാണ്. So I try that. ഇപ്പൊ കുറവാ ബ്രേക്സ് എടുക്കുന്നത്, കുറവാ. ശരിയാണ്. അപ്പൊ ഫോറസ്റ്റ് itself is a therapy. Oh yes, absolutely. പറയണ്ടല്ലോ. അപ്പൊ അവിടുത്തെ ഇൻഡിജിനസ് വുമൻസും ആയിട്ടൊക്കെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്താണ് നമുക്ക് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് പറയാൻ പറ്റുക അവരെ കുറിച്ച്? അവരെന്താണ് എന്ന് ചോദിച്ചാൽ എന്ത് പറയാം? What can I say about them? I think they're very giving people, trusting, giving. നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട് അവരുടെ അടുത്ത് നിന്നൊക്കെ. പിന്നെ ഭയങ്കര റെസിലിയൻസ് ഉള്ള സ്ത്രീകളാണ്. They will have had so much hardship. ചിലപ്പോൾ ഹസ്ബൻഡ് ആൽക്കഹോളിക് ആയിരിക്കും. ചിലപ്പം ഐ ഫീൽ ലൈക്ക് ഫെമിനിസം ഒക്കെ അവിടെ പോയി കാണണം.
because I have seen a group of once we were out on a bamboo harvest. ഈ ബാംബു ഈറ്റ വെട്ടിയിട്ട് കൊണ്ടുവന്ന് ട്രീറ്റ്മെന്റ് ചെയ്യണം. അപ്പൊ ഞാൻ അവിടെ തങ്ങാം 2 ദിവസം അവിടെ നിൽക്കാന്ന് വിചാരിച്ചു പോയതാ. I saw that day that I thought ഇവരുടെ കൂടെ ആണുങ്ങളും വരുമായിരിക്കും. But no, all the women, they physically they're very strong, but that also calls for a mental strength to be out in this elephant landscape, thorny landscape. അവർക്ക് ആരും വേണ്ട. They are just so independent that they, and also in the Kadar communities, this was Mudhwa I was talking about. Kadar communities lo ade there is no gender roles actually. Men and women do together. ഒരുമിച്ച് ആ കാട്ടിൽ പോയിട്ട് കാര്യങ്ങൾ ചെയ്യണേ. ഇപ്പോഴായിരിക്കും അവർ മെയിൻ സ്ട്രീമിനെ പോലെ ആയതായിരിക്കും. ചിലപ്പോൾ നമ്മളെയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ആയിരിക്കും ഒരു ഫാമിലി വേണ്ടതെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ബട്ട് ഐ തിങ്ക് ദേഴ്സ് women in these communities are extremely resilient. They have to also adapt quickly. ലൈക്ക് വീടിൻ്റെ കാര്യമായാലും പെട്ടെന്ന് വെതർ മാറിയാലും വിറകെടുത്തോണ്ട് വരണം, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ. സോ ദേ ബിക്കം വെരി സ്ട്രോങ് ഐ ഫീൽ. ആൻഡ് ദേ ആർ ഓൾസോ, ഇപ്പം നമ്മളെപ്പോലെ ഉള്ളവർ ചെല്ലുമ്പോൾ അവർ ഭയങ്കര ക്ഷമയോടെയാണ് നമുക്ക് അവർ ഓരോന്ന് പറഞ്ഞു തരുന്നതും കാണിച്ചു തരുന്നതും. ഐ ഫീൽ ലൈക്ക് നമുക്ക് ചിലപ്പോൾ ഗിൽറ്റ് തോന്നും, അയ്യോ am I impinging into their space അല്ലേ? അവരുടെ വീടും അവരുടെ സ്ഥലവുമാണല്ലോ അത്. അപ്പൊ ഐ തിങ്ക് there's ആ ഒരു റിഫ്ലക്ഷൻ ഉണ്ട്, അതിന്റെ ഒരു പ്യൂരിറ്റിയുടെ കാർഡിന്റെ തന്നെ റിഫ്ലക്ഷൻ ഇവരിലുണ്ട് പലർക്കും. വെരി നൈവ് ആൻഡ് ട്രസ്റ്റിംഗ് ഐ വുഡ് സേ. We don't trust easily, no? People നമ്മള് സിറ്റീസിലൊന്നും അങ്ങനെ ട്രസ്റ്റ് ചെയ്യില്ല. അതെ, ഇപ്പൊ വളരെ കുറവാണ്. അപ്പൊ അതാണ് പുറമേയുള്ള ആൾക്കാർക്ക് അവരെ കുറിച്ചുള്ള ഒരു വേറെ ധാരണയാണ്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് അവരെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടി ചോദിച്ചത്. ഓക്കെ, സോ ഇതുവരെയുള്ള ഒരു അക്കാഡമിക് ജേർണി ആയിക്കോട്ടെ, ആസ് ആൻ ഓൺടർപ്രണർഷിപ്പ് ആയിക്കോട്ടെ, ഒരു ഫോറസ്റ്റ് പോസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ശേഷം ആയിക്കോട്ടെ, ഇതുവരെയുള്ള ഫോറസ്റ്റുമായിട്ടുള്ള ബന്ധത്തിലോ അല്ലെങ്കിൽ ഫോറസ്റ്റ് പോസ്റ്റിന്റെ ജേർണിയിലോ ഒട്ടും മറക്കാനാകാത്ത എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? പെട്ടെന്ന് നമുക്ക് പറയുമ്പോൾ ഷെയർ ചെയ്യാൻ പറ്റുന്നു. അതൊരു ഫോറസ്റ്റ് പോസ്റ്റ് ജേർണി അല്ല. ജസ്റ്റ് ബിഫോർ ഫോറസ്റ്റ് പോസ്റ്റ് ആൻഡ് ഓൾ ഐ വാസ് ഡൂയിങ് സം റിസർച്ച് ഇൻ അഗസ്ത്യമല, നെയ്യാർ, പേപ്പാറ, സൗത്ത് കേരള, നിയർ കൊല്ലം, ട്രിവാൻഡ്രം. ഐ റിമെമ്പർ ഒരു ദിവസം സോ ഐ വാസ് അക്കംപനീഡ് ബൈ വൺ അവിടുത്തെ കാണി ട്രൈബ് അല്ലെ ഒരു എൽഡറും ഒരു ഫോറസ്റ്റ് സ്റ്റാഫും, അതും ആളും കാണി ആയിരിക്കണം, and one old man, 3 men and me 19 years old. And ഞങ്ങള് കാട്ടിലിങ്ങനെ 8 ദിവസം നടക്കണം. അത്രേ ഉള്ളൂ. I was 19 years, maybe 20, but yeah. അപ്പൊ ഞങ്ങൾ 3 ദിവസം നടക്കണം. അല്ല 8 ദിവസം നടക്കണം. അതിലിടയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ഒരാൾ കൊണ്ട് ഫുഡൊക്കെ കൊണ്ടുതരും, പിന്നെയും റിപ്ലനിഷ് ചെയ്യും. അപ്പൊ അതിലെ ഒരു 3rd, 4th നൈറ്റ് ആയപ്പോ ഒരു പാറപ്പുറത്ത് 2 വശത്തും പുഴ ഒഴുകാണ്. ദിസ് ഇസ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇറ്റ്സ് സോ ക്ലിയർ. ഒരു വലിയ പാറ, 2 വശത്ത് കൂടെ, അത്ര ഹെവി പുഴയല്ല, എനിക്കൊന്ന് ചെറിയ സ്ട്രീം ആയിരിക്കും. ആൻഡ് ദേ ലെഫ്റ്റ് മീ ദെയർ. അവർ വിറകൊക്കെ കത്തിച്ച് വെച്ചിട്ട് കപ്പയോ മറ്റോ വെച്ചിട്ട് ഇവര് ദൂരെ പോയി. എനിക്കിങ്ങനെ കാണാം അവരുടെ ബീഡിയുടെ ലൈറ്റ് മാത്രം. ഞാൻ ഓൺ ദിസ് റോക്ക് ഓൾ അലോൺ. And there are stars in the sky and there are fireflies on ground. You're like, okay, stars everywhere. Fantasy world. Oh, the moment ആയിരുന്നു അത്. And then these men, the way they took care of me, and you know, ഞങ്ങളൊക്കെ സ്ലീപ്പിംഗ് ബാഗിലാണ് കിടന്നത്. ആ ഒരു നമുക്ക് ഒരുപാട് റെസ്പെക്ട് വരും അവരോട് അങ്ങനെ. ബിക്കോസ് ഒന്ന് ആനയൊക്കെ ഉള്ള കാടാണ്. ഫോർ ദം ഇറ്റ്സ് എ റിസ്ക് ടേക്കിംഗ് മീ ഇൻ ലൈക്ക് ദാറ്റ്. ഐ ഹാഡ് പെർമിഷൻസ് ഫ്രം ദ ഹെഡ്ക്വാർട്ടേഴ്സ്, ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സ്. പക്ഷേ that it is still their responsibility, you know, young girl coming with them കാട്ടില്. എന്നിട്ട് അവർക്ക് മീൻ എടുക്കാൻ പോയതാണ്, കുളിക്കാനും പോയതായിരിക്കും. അവർക്ക് മീൻ വേണം, ഐ എം എ വെജിറ്റേറിയൻ. അപ്പം എനിക്ക് വേണ്ടി ഉള്ളി ചമ്മന്തിയൊക്കെ അരച്ചു തന്നു. ഇറ്റ് വാസ് ജസ്റ്റ് ദാറ്റ് നൈറ്റ് ഐ വിൽ നെവർ ഫർഗെറ്റ്. ഐ മീൻ കാട്ടിൽ ഒരുപാട് ഭംഗിയുള്ള സാധനങ്ങൾ നമ്മൾ എപ്പോഴും കാണും, ചെറിയ പൂക്കള്, അത് ഇത്, ഈവൻ ജസ്റ്റ് സിറ്റിംഗ് ബൈ എ സ്ട്രീം. പക്ഷെ ദാറ്റ് നൈറ്റ് വാസ് ലൈക്ക് അൺഫർഗെറ്റബിൾ. അപ്പൊ ലൈഫ് നിറയെ ഫോറസ്റ്റും നേച്ചറും ഒക്കെ തന്നെയാണ് അല്ലെ? അവിടുത്തെ പച്ചയായ മനുഷ്യരും. Okay, so we are also towards the end of the session. Cool, you must come sometime. ഞാൻ കൊണ്ടുപോവാം. Okay, അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു സെഗ്മെന്റിലേക്ക് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. And also we are so happy for you. Again, I am saying that you are our title sponsor, so we are so glad to have you there. I'm very glad also. I think it's a beautiful partnership. I think we should just
keep going. All the best. Okay, thank you. And what will be the final note for our viewers For the viewers, about the Forest Post and also about you? I think ഫോറസ്റ്റ് പോസ്റ്റ് ആണേലും അല്ലേലും കുറച്ച് മൈൻഡ്ഫുൾ ആയിട്ട് വേണം നമ്മളെല്ലാവരും കൺസ്യൂം ചെയ്യാൻ ഏത് സാധനം. അത് ഭക്ഷണമാവാം, ക്ലോതിങ് ആവാം. ഓവർ കൺസംഷൻ ആണ് പ്ലാനറ്റിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം. ആൻഡ് ഐ എം നോട്ട് ട്രൈങ് ടു ബി പ്രീച്ചി, ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് റൈറ്റ് നൗ. ദ പ്ലാനറ്റ് ഈസ് റിയലി, നമുക്കറിയാം എവിടെ എല്ലായിടത്തും ഹീറ്റ് വേവ്സും, നോർത്ത് ഇന്ത്യയിലൊന്നും പുറത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സോ water crisis, every action of ours has some ripple effect somewhere else. I think we should all be very mindful about what we consume, what we eat, what everything. The Forest Post is giving you one of those options. We'll be happy if you support us, but otherwise also you've got to be a little more. You can't afford to lose whatever is left on this. ഇനി നമുക്ക് നശിപ്പിക്കാനുള്ളൊരു ഫ്യൂച്ചർ ജനറേഷൻസിന് ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെ പോയാൽ. So that's it. I have something for you. I have a little tumbi for you. So cute. It's so And cute. this is a stamp that you can put somewhere. Oh, that's also too nice. Cool. Okay, so that's so happy for us to having you here. അപ്പോൾ അന്നേരം നമ്മുടെ സെഷൻ ഇവിടെ എൻഡ് ചെയ്യാണ്. ആൻഡ് എനിക്ക് ഒരു ഗിഫ്റ്റ് ഓൾറെഡി തന്നല്ലോ. Hardly a gift. It was so cute. അപ്പൊ അതുകൊണ്ട് തിരിച്ച് ഞങ്ങളുടെ ഒരു ടോക്കൺ ഓഫ് ലവ് എന്നുള്ള രീതിയിൽ ഒരു സംഭവം തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. Okay. Okay, so Oh my. Oh, thank you so much. ഇതാണ് ഫോട്ടോ. Thanks. Yeah. and one more thing. Small gift again. Thanks a lot. Precious. Thanks a lot. Yeah. Okay, so thank you for coming and we hope your support throughout our journey. Absolutely. Okay. Yeah. So thanks again. Yeah. and see you Have a good day. sometime. Yes. ശരി അപ്പൊ ബൈ. അപ്പോൾ എന്തായാലും മൈൻഡ് ആൻഡ് മാർക്കറ്റ് എന്ന പ്രോഗ്രാമിൽ മറ്റൊരു ബിസിനസ് വുമൺ അല്ലെങ്കിൽ ബിസിനസ് ഐക്കണുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് ഉർവശി സൈനിങ് ഓഫ് ഫ്രം ഗ്ലസ്ബാ ഹബ് മൈൻഡ് ആൻഡ് മാർക്കറ്റ് പവർഡ് ബൈ ഫോറസ്റ്റ് പോസ്റ്റ്.